സമൂഹ മാധ്യമങ്ങളുടെ കെണിയിൽ വീഴുന്നവരിൽ കൂടുതലും സ്ത്രീകളും പെൺകുട്ടികളുമാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിനും പുറമെ പുതിയ ജനറേഷൻ ഇപ്പോൾ കൂടുതലായും ചിലവഴിക്കുന്നത് സ്നാപ്ചാറ്റിലാണ്. ഇതോടെ പെൺകുട്ടികളെ വലയിലാക്കാനും പ്രണയക്കുരുക്കിൽ വീഴ്ത്താനും ചില ബിരുദന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആണുങ്ങളുടെ പഞ്ചാര വർത്തമാനങ്ങൾ കേൾക്കുന്നതോടെ പെൺകുട്ടികൾ എന്ത് നൽകാനും തയ്യാറാണ്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ പെൺകുട്ടിയെ സ്നാപ്ചാറ്റിലൂടെ പരിചയപ്പെട്ട യുവാവ് പ്രണയം നടിച്ച് വൻ തട്ടിപ്പാണ് നടത്തിയത്. സ്കൂൾ വിദ്യാർത്ഥിനിയിൽ നിന്ന് 5.5 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിൽ 21-കാരനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്മരവട്ടം സ്വദേശി മുഹമ്മദ് അജ്മലാണ് പിടിയിലായത്. സമാന കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു പുതിയ തട്ടിപ്പ്. വളാഞ്ചേരി സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച സ്വർണം കവർന്നുവെന്ന പരാതിയിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചമ്രവട്ടം സ്വദേശി തൂമ്പിൽ മുഹമ്മദ് അജ്മൽ എന്ന 21-കാരനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. സ്നാപ്ചാറ്റ് എന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയിൽ നിന്നാണ് പ്രണയം നടിച്ച് 5.5 പവൻ തൂക്കം വരുന്ന സ്വർണമാല തട്ടിയെടുത്തത്. പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് അജ്മലിലേക്ക് പോലീസ് എത്തിയത്. കഴിഞ്ഞ വർഷവും അജ്മൽ സമാന കേസിൽ പിടിയിലായിരുന്നു. സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് അജ്മൽ പ്രണയ വാഗ്ദാനം നൽകി. തുടർന്ന് സമ്മാനമായി സ്വർണമാല വാങ്ങിച്ചു നൽകാമെന്നും അതിന് ഇപ്പോഴുള്ള മാലയുടെ മോഡൽ കാണണമെന്നും ആവശ്യപ്പെട്ടു. പെൺകുട്ടി മാലയുടെ ഫോട്ടോ അയച്ചു കൊടുത്തെങ്കിലും അതുപോരാ, നേരിൽ കാണണമെന്ന് അജ്മൽ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് നേരിട്ട് വന്നപ്പോൾ ഉമ്മയുടെ 5.5 പവൻ തൂക്കം വരുന്ന മാലയെടുത്ത് അജ്മലിന് നൽകുകയായിരുന്നു. സ്വർണമാല കൈക്കലാക്കിയ അജ്മൽ അക്കൗണ്ട് തന്നെ ഡിലീറ്റാക്കി മുങ്ങി നടക്കുകയായിരുന്നു. അജ്മലിനു വേണ്ടി അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് CCTV ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. അജ്മൽ കഴിഞ്ഞ വർഷവും സമാനമായ കേസിൽ പിടിയിലായിരുന്നു. അന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൽപ്പകഞ്ചേരി സ്വദേശിനിയാണ് തട്ടിപ്പിന് ഇരയായത്. ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ്. ന്യൂസ് 18 തിരൂർ.